ഡോണ്ട് പുട്ട് ഓൾ എഗ്സ് ഇൻ സിംഗിൾ ബാസ്ക്കറ്റ്. ഈ ഒരു ചൊല്ലിന് ഇവിടെ എന്താ കാര്യം എന്നല്ലേ? എങ്കിലൊരു ചെറിയ വലിയ കാര്യമുണ്ട്. ലെറ്റ്സ് സീ ഡൈവേഴ്സിഫിക്കേഷൻ. ഒരു നല്ല കർഷകൻ ഒരു കൃഷിയിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യാറ്. ഓരോ സീസൺ ബേസ് ചെയ്തിട്ടും ഏത് കൃഷി ഇറക്കണമെന്നും ഏത് കൃഷി രീതി അപ്ലൈ ചെയ്യണമെന്നും വ്യക്തമായിട്ട് അയാൾക്ക് അറിയാണ്ടാവും. വ്യത്യസ്തമായ കൃഷികൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കൃഷിയിൽ നഷ്ടം വന്നാലും മറ്റൊരു കൃഷിയിലൂടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് അയാൾക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇത് തന്നെയാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് പ്ലാൻ ചെയ്യുമ്പോഴും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ എപ്പോഴും ഡൈവേഴ്സിഫൈഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് സ്റ്റോക്സ്, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്, പലതരം മ്യൂച്വൽ ഫണ്ട്സ് ഇതെല്ലാം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കണം. ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആയതുകൊണ്ട് തന്നെ ഗോൾഡ് പെർഫോമൻസ് പീക്ക് ആവുന്ന സമയത്ത് ഇക്വിറ്റി ഫണ്ട്സ് നല്ലൊരു പെർഫോമൻസ് ചെയ്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ നല്ല രീതിക്ക് മാനേജ് ചെയ്യും. സെയിം ആസ് ഇക്വിറ്റി ഫണ്ട്സിന്റെ പെർഫോമൻസ് താഴേക്ക് പോകുന്ന സമയത്ത് ഗോൾഡ് നല്ല രീതിക്ക് പെർഫോം ചെയ്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോക്ക് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്തും റിട്ടേൺസും കിട്ടുന്നതാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ ഉള്ളതല്ല, അതൊരു ലോങ് ടൈം ജേണിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിട്ടേൺസും ബാലൻസ്ഡ് ആയിട്ടുള്ള ഗ്രോത്തും മസ്റ്റ് ആണ്. സോ നിങ്ങളുടെ പോർട്ട്ഫോളിയോക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്തും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിട്ടേൺസും കിട്ടാൻ നിങ്ങൾ ഡൈവേഴ്സിഫിക്കേഷൻ കീപ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.